ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. മഴ ആയതുകൊണ്ട് ജനലൊക്കെ കണ്ടാണ് ഗൈസ് തണുത്ത് ഉറച്ചിരിക്കണത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഇതെവിടെ ടൂറ് പോയതാണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അതൊന്നല്ല കേട്ടോ. ഇത് ജനലൊക്കെ കണ്ടില്ലേ, മഴയായിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ പുറത്തൊക്കെ. അപ്പോൾ ഇന്നൊരു 3 പ്രോഡക്റ്റ് കിട്ടിയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യില്ല. 3 അല്ല 4 പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാതും വൺ ടൈം വന്നതല്ല, ഒറ്റ ഡേ കൊണ്ട് വന്നതല്ല. വന്നിട്ട് 2, 3, 4 കുറച്ച് 5-6 ദിവസമായി ഓരോന്നോരോന്ന് വന്നിട്ടുണ്ടാ. അപ്പോൾ എനിക്ക് എക്സാമിൻ്റെതായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനും ഇടാനും എഡിറ്റ് ചെയ്യാനൊക്കെ ലേറ്റായി പോയതാട്ടാ. അപ്പോൾ ഇത് മീഷോത്തെ വിറ്റാണ്. ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുഡൻസ് എന്താ പറയുക, ഞാൻ എക്സാമിന് പോയ ടൈമിൽ ഇത് ഈ സെയിം ക്ലോത്ത് തന്നെ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട്. കട്ട് പീസ് എടുത്തിട്ട് അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ടോപ്പും അതൊക്കെ നല്ല അടിപൊളി ഷോളും പാൻറ്റൊക്കെ സെറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഈ സെയിം ക്ലോത്ത് ഇപ്പോൾ ഇവിടുന്ന് കിട്ടും. അപ്പോൾ മീഷോന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ മീഷോന്ന് ഇപ്പോൾ റേറ്റുകൾക്ക് കട്ട് പീസിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെ എടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ മീഷോന്ന് എടുത്ത കേട്ടോ. നല്ല ഗ്ലേസിങ് ഉള്ള ക്ലോത്ത് കേട്ടോ. ഞാൻ ഇതൊരു 3 മീറ്ററിൻ്റെ നമുക്ക് 100 സംതിങ്ങിന് ഒരു 3 മീറ്ററാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം 4 നോക്കി 100 സംതിങ് രൂപക്ക് 3 മീറ്റർ എന്തായാലും പുറത്തല്ലേ. ഷോപ്പിൽ പോയിട്ടാണെങ്കിൽ നമ്മൾ എടുക്കണമെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു തുണിക്ക് നമ്മൾ കൊടുക്കണം എത്ര 500 മേലെ എന്തായാലും കൊടുക്കണം. കാരണം അവിടുത്തെ ഒരു എമൗണ്ടൊക്കെ നമ്മളെടുത്ത് വന്ന് ഈടാക്കും. ഇത് ഞാൻ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നിങ്ങൾ കണ്ട പോലെ പിയാനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പക്ഷെ കണ്ടിട്ട് ഷേപ്പ് ഏകദേശം പിയാനോൻ്റെ പോലെ ഉണ്ടോ. ഇത് കൈ കിട്ടിയപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു സാധനം പൊളിച്ച് നോക്കാം കേട്ടോ. ഈ ഒരു ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ പ്രോഡക്റ്റിൻ്റെ ഒക്കെ പിക്ചർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൈറ്റാവും, കാരണം ഇത് പൊട്ടിക്കണ ഞാനല്ല, ഇത് പൊട്ടിക്കണ മോളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണത് ഞാനാണ്, കാരണം മോളെ വീഡിയോ എടുപ്പിച്ചാൽ ശരിയാവില്ല. അത് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ലെവലിൽ എടുക്കും. അപ്പോൾ കുറേ അങ്ങോട്ട് എന്താ പറയല്, കുറേ ഫോണിൽ കൈ ഒക്കെ അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും ശീലമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓളെ കൊണ്ട് പൊട്ടിക്കാനാവുമ്പോൾ പിന്നെ എന്താ ഒരു അതിൽ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ആൾ. അതുകൊണ്ടാണ് ഞാൻ ഓളെ കൊണ്ട് എടുപ്പിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കവറ് അത് 2 കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതെന്താണെന്ന് പൊളിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുഡൻസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാനിത് കാണിച്ചു തരട്ടോ. അത് ഞാനിവിടെ ഇതിന് ഒരു 200 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ സെപ്റ്റംബർ, ഞാനൊരു കാര്യം പറയാം, ബിഗ് ബില്യൺ സെയിൽ നടക്കുന്നുണ്ട് സെപ്റ്റംബറിൽ. അതുകൊണ്ട് ഈ 200 സംതിങ്ങിൻ്റെയും അതുപോലെ 300, 400 അതുപോലെ ഹ്യൂജ് എമൗണ്ടുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വില കുറയണ സമയമാണ് ഈ സെപ്റ്റംബർ മന്തിൽ കേട്ടോ. അപ്പോൾ ഒരു സെപ്റ്റംബർ ഏകദേശം തുടങ്ങുന്ന ഒരു ടൈം ഉണ്ടാവും. സെപ്റ്റംബർ ബിഗ് ബില്യൺ സെയിൽ തുടങ്ങി അവസാനിക്കുന്ന ഡേറ്റ് ഉണ്ടാവും. അത് ഞാൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണ സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്തോളിരുത്. കാരണം വലിയ എമൗണ്ടിനൊക്കെ നമുക്ക് കൂടുതൽ പകുതി % ഓഫറിൽ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ നമുക്ക് അത്ര എമൗണ്ട് കൊടുത്ത് പേ ചെയ്ത് സാധനം പർച്ചേസ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്കതിൽ % പൈസ കൊടുത്തിട്ട് സാധനം പർച്ചേസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. സെപ്റ്റംബറിൽ എന്തായാലും ബിഗ് ബില്യൺ സെയിൽ നടക്കണ്ടേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളായിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട കേട്ടോ. ഞാൻ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പർച്ചേസ് ചെയ്യണ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ തന്നെ ഞാനിടുന്നുണ്ട്, ഡേറ്റും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ എടുത്തോളൂ കേട്ടോ ഐറ്റംസ്. പിന്നെ ഈ ബിഗ് ബില്യൺ സെയിൽ 1 വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം സെപ്റ്റംബർ വരെ കാത്തിരിക്കണം അടുത്ത ബിഗ് ബില്യൺ സെയിലിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അഡ്വാൻസായിട്ട് അറിയിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് പൊളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ ഫുള്ള് മറ്റേ ഒരു കവറിൽ ഒരു ബബിൾ കവർ വെച്ചിട്ടാണ് കേട്ടോ റാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര റിസ്ക് ഉണ്ട്. ഇതിങ്ങനെ ഓരോന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വേണം ഒന്നായിട്ട് തല മുതൽ അടി വരെ മുതൽ തല വരെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. തല അമന്ന് പൊളിച്ചാൽ പിന്നെ സുഖമാണ് അടി വരെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഇതൊരു ചുരുട്ടിയിട്ട് റോൾ ഔട്ട് ആക്കിയിട്ടാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതും പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട്. എന്തായാലും കവറിങ്ങും മറ്റേത് ചിലപ്പോൾ ട്രാൻസ്പെറൻറ്റ് കവർ
ആയിട്ടുള്ള പാക്കേജിൽ വരുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ഐറ്റം. എന്തായാലും കവറിങ്ങും പാക്കേജിൻ്റെയും അതുപോലെ ക്വാളിറ്റിൻ്റെയും കാര്യത്തിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് എന്താ മോശം പറയാനില്ല. മീഷോത്ത് നമുക്ക് പിന്നെ പൈസൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അളക്കാം. മീഷോൻ്റെ ഏതൊക്കെ സാധനങ്ങൾ നന്നാവും, നല്ല അത്യാവശ്യം എമൗണ്ട് കൊടുത്താലും കുറഞ്ഞ എമൗണ്ട് കൊടുത്താലും എത്രത്തോളം ക്വാളിറ്റിയാണ് നമുക്ക് ചിലപ്പോൾ ചില സാധനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു സാധനം എന്താ പൊളിച്ചെടുത്തിട്ടുണ്ട് ടവള്. ഒരു സാധനം പൊട്ടിക്കാൻ തന്നെ ഒരു 20 മിനിറ്റോളം എടുക്കുന്നുണ്ട്. 20 മിനിറ്റല്ലേക്കാറ് അതിൻ്റെ മേൽക്കെടുക്കും, കാരണം ഓളാണല്ലോ പൊട്ടിക്കണത്. അപ്പോൾ ഇതാണ് ഒരു കോല് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കോലാണ്. അപ്പോൾ ഇതൊരു ഇൻകംപ്ലീറ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഫുൾ പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. അത് മറ്റേ പാക്കേജിലും കൂടെയാണ്, അതും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനം മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അത് പറയാൻ ഉദ്ദേശിക്കണില്ല. ഞങ്ങൾ വീഡിയോയിൽ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത് അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഐറ്റം ഉണ്ടോ. ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സാധനം നമുക്ക് ടൈറ്റ് ആക്കുന്ന സാധനം ഉണ്ടോ, അങ്ങനെ ഇത് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഈ ടൈറ്റ് ആക്കുന്ന സാധനം കണ്ടിട്ട് തന്നെ ഞാൻ വാങ്ങിയതാട്ടോ. അപ്പോൾ നല്ല അടിപൊളി പ്ലാസ്റ്റിക്കൊക്കെയാണ് ഈ ഒരു നമ്മൾ ടൈറ്റ് ആക്കുന്ന ഐറ്റം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുള്ള് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചിട്ട് ഞാൻ അത് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ളൊരു സാധനം കൂടെ ഇല്ലായിരുന്നു, അതും കൂടെ ഞാൻ പൊളിച്ചിട്ട് കാണിച്ചിട്ടാ. അപ്പോൾ അത് മോള് പൊളിക്കണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സാധനം. അപ്പോൾ അതും കൂടെ പൊളിച്ചിട്ട് അപ്പോൾ ഒരു താങ്ക് യു കാർഡൊക്കെ ഉണ്ട് കേട്ടോ. അതുമ്പോൾ തന്നെ ഒരു സെല്ലർ അയച്ചിട്ടുണ്ട് താങ്ക് യു കാർഡൊക്കെ. അപ്പോൾ മോളതും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പേപ്പറിലായതുകൊണ്ട് ജസ്റ്റ് കത്തി കൊണ്ട് അങ്ങോട്ട് വരച്ചെടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് കീറാനും പെട്ടെന്ന് എല്ലാത്തിനും പറ്റും. അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താ സാധനം. ഇത് അതുമ്പോൾ അറ്റാച്ച് ചെയ്തിട്ടാ. ഇത് നമ്മൾ മാറൽക്കോല കേട്ടോ. ഇത് കണ്ടില്ലേ താങ്ക് യു കാർഡ് മോള് കാണിച്ചെന്നാണ്. ഇതൊക്കെ നമ്മൾ കാണുന്ന വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കുക, എന്നാലല്ലേ രസമുള്ളൂ എന്ന് പറഞ്ഞിട്ട് മോള് കാണിച്ചു തന്നതാണ്. അങ്ങനെ പിന്നെ നല്ല രസമല്ലേ. ഇത് കണ്ടാണ് നല്ല നൈസായിട്ടുള്ള ഒരു ഡസ്റ്റ് കോലാണ് കേട്ടോ. ഇത് മാറാൽ കോല് എന്നൊക്കെ പറയും, മാറാൽ കോല്. അപ്പോൾ സാധാരണ മലയാളികൾ, അതായത് മലയാള ഭാഷയിൽ മലപ്പുറം ഭാഷയിലൊക്കെ പറഞ്ഞാൽ മാറാൽ കോല്. അപ്പോൾ ഇത് തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇത് നമുക്ക് എന്താ പറയില്ലേ മൂബിളാക്കാനും പറ്റും കേട്ടോ, നീട്ടാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ കോലൊക്കെ നീട്ടിക്കാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എത്താത്തോടത്തൊക്കെ നീട്ടാൻ പറ്റും. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു അയ്യോ പൈസ പോയ, കാരണം ഇതിപ്പോൾ എന്താ നീട്ടാനും പറ്റണമെങ്കിൽ ഇങ്ങനെ ഈ ചെറിയൊരിത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ മേൽക്കൊക്കെ ഫാനുമേലുള്ള മാറാല, അതുപോലെ ബൾബ് കർട്ടൺ ഇവിടേക്കുള്ള മാറാല, അതുപോലെ നമ്മളെ സീലിങ് ചെയ്ത ഭാഗത്തുള്ള ഈ സൈഡ് ഭാഗങ്ങളിലുള്ള മാറാലൊക്കെ എങ്ങനെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എങ്ങനെ തട്ടുക, ഇത് നീട്ടാൻ പറ്റൂലെങ്കിൽ ആകെ പെടൂലെ പൈസ കൊടുത്ത് വാങ്ങിയത് എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് മോള് കേട്ടോ ടൈറ്റ് ആക്കണത്. പിന്നെ ഓളിനെ കാണിച്ചിരുന്നു ഇത് നീട്ടാൻ പറ്റുമെന്ന്. അപ്പോഴാണ് പിന്നെ ഞാൻ വിചാരിച്ചത് എന്തായാലും പൈസ പോയിട്ടില്ല, എന്താ പറയല് ആ ഒരു സാധനം പൊന്തിച്ച് ഈ വൈറ്റ് ഭാഗമില്ല അത് പൊന്തിച്ചപ്പോഴാണ് കേട്ടോ ആ നീട്ടാനുള്ള കോല് പൊന്തിക്കാൻ പറ്റിയത്. അതിനെ ടൈറ്റ് ആക്കണം കേട്ടോ അത്. അങ്ങനെ എന്തായാലും ഈ ഒരു സാധനം വെച്ചിട്ട് ഞാൻ വിചാരിച്ചതായിരുന്നു എക്സാം കഴിഞ്ഞ റൂമൊക്കെ ഒന്ന് തട്ടേ കൊട്ടണമെന്ന്. അപ്പോൾ അതിന് കണ്ടറിന് വാങ്ങിയതായിരുന്നു കേട്ടത്. അപ്പം ഇനി ഞാൻ ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു ക്ലോത്തും വാങ്ങിയിട്ടുണ്ട് തുടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മിറർ ഗ്ലാസ് ജനൽ ഗ്ലാസ്സൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മളെ ജനൽ ഭാഗത്തുള്ള ഈ സൈഡ് ഭാഗങ്ങളിലൊക്കെ അതൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട്. ആ ക്ലോത്ത് വരാനാവുന്നുള്ളൂ, ഞാൻ വീഡിയോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഇതാണ്. ഈ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നും ഞാൻ പറയണില്ല കേട്ടോ. ഈ പ്രോഡക്റ്റിന് വെറും 150 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 150 രൂപയ്ക്ക് എന്തായാലും പൊളിയാണ്, സാധനം പൊളിയാണ്. അപ്പോൾ കണ്ടിട്ടത് ഒരു 500 ഗ്രാമോളുണ്ട്. പക്ഷേ 500 ഗ്രാമിൻ്റെ സാധനം 150 രൂപക്ക് എനിക്ക് കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും കിട്ടാൻ തോന്നുന്നില്ല. പിന്നെ എന്തായാലും ഞാൻ പൊട്ടിച്ചാണ് നിങ്ങളെ കാണിച്ചത്. നിങ്ങൾക്ക് കാണിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവട്ടെ എന്താ ഏതാന്നൊക്കെ. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഇനി എൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ അധികം വീഡിയോസുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പാൻ കേക്കിൻ്റെ മിക്സ് ആട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. മോള് കുറേ ആയി എനിക്ക് പിക്കിൻ്റെ പാൻ കേക്ക് മിക്സ് വേണം. പിക്ക് പറഞ്ഞാൽ ബ്രാൻഡ് ഉണ്ടോ, ഈ പിക്ക് ബ്രാൻഡ് കേക്കിലുള്ള പിക്ക്
ബ്രാൻഡ് നെയിമിലുള്ള പാൻ കേക്ക് മിക്സ് തന്നെ വേണം. അവളോട് അവളെ ഫ്രണ്ട് പറഞ്ഞത്ര പിക്ക് പാൻ കേക്ക് മിക്സ് പിക്ക് ബ്രാൻഡിലുള്ളത് കഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി എനിക്ക് ഉണ്ടാക്കി തന്നേന് നല്ല അടിപൊളി ടേസ്റ്റാണ് അത്രയെന്ന്. അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ നോക്കി കണ്ട് വാങ്ങിയത് കേട്ടോ. പിക്ക് തന്നെ ഉള്ളത് വേണമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാൻ കേക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതുമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതും കാര്യങ്ങളും, പാലിലാണോ വെള്ളത്തിനും പാലൊഴിച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആ ഒരു പെട്ടിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് 150 രൂപയ്ക്ക് എന്തായാലും നമുക്കൊരു 6 മാസത്തോളം നമുക്ക് ഉപയോഗിക്കാം. മക്കൾക്ക് ഇഷ്ടം പോലെ അവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഭയങ്കര വിശപ്പിലേക്കാരം വരും. അപ്പോൾ ആ സമയത്തും അതുപോലെ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയും സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡർ മിക്സാണ്. ഒന്ന് വാങ്ങിച്ചു കൊടുത്തോളി, മക്കൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും. 150 രൂപയല്ലേ ഉള്ളൂ. അതുപോലെ അടുത്ത പ്രോഡക്റ്റാണ് ഈ ഒരു ചെരുപ്പ്. ഈ ചെരുപ്പ് സത്യം പറഞ്ഞാൽ ഒന്നും പറയല്ല കേട്ടോ. പേള് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം കേട്ടോ. പക്ഷെ ഞാൻ അത് റിട്ടേൺ ആക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നമുണ്ട്. ഇട്ടിട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെ ഈ മുൻഭാഗത്തുള്ളൊരു ഇതില്ലേ പാറില്ലേ, അവിടെ എൻ്റെ കാല് പോകണില്ല. കാല് ബാക്കിക്ക് ആയിട്ട് നിൽക്കുക, കാലുള്ളിലേക്ക് കയറണില്ല. അതുകൊണ്ടാണ് ഞാൻ അത് റിട്ടേൺ ആക്കി. എനിക്ക് സത്യം പറഞ്ഞത് റിട്ടേൺ കൊടുക്കാനേ ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഈ പേളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. ഇത് കണ്ടാണ് എനിക്ക് ഭയങ്കര എന്തോ ഒരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യാത്ത പോലെ. അതുകൊണ്ടാണ് ഇത് റിട്ടേൺ ആക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ചെരുപ്പ് എനിക്ക് റിട്ടേൺ ആക്കാൻ തോന്നുന്നു.